എല്ലാവർക്കും നോമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നോമ്പ് തുറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ ഒരു സീറ്റ് കിട്ടാനായിട്ട് എന്തൊരു പാടാണെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ കുറേ തവണ വിളിച്ചിട്ട് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ കുറേ ദിവസം മുമ്പാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാട്ടെ അവിടെ എന്തൊക്കെയാണ് ഫുഡ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. നമ്മൾ ആദ്യം വാൾമാർട്ടിലേക്കാണ് പോണത്. അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഡ്രസ്സിൻ്റെ ഏരിയയിലൊന്ന് നോക്കണം, പെരുന്നാളൊക്കെ അല്ലേ. പക്ഷേങ്കിൽ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് പെരുന്നാളിൻ്റേതായ ഡ്രസ് കളക്ഷൻസ് ഒന്നും ഇവിടെ അധികം കണ്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വേറെ രാജ്യമല്ലേ, നമ്മുടെ ഇതിനനുസരിച്ചുള്ള ഡ്രസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ ആ ഒരു ഷോപ്പിലൊക്കെ പോകേണ്ടതായിട്ട് വരുമെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻസുകളൊക്കെ ഉണ്ട്, എങ്കിലും നമുക്ക് ഇടാൻ പറ്റിയ പെരുന്നാൾ ഡ്രസ്സുകളൊന്നും എനിക്ക് അവിടെ അങ്ങനെ അധികം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് വേറെയും കുറേ കാര്യങ്ങളൊക്കെ പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ അവിടേക്ക് ഇങ്ങനെ നടന്ന് ഞാൻ എപ്പോൾ വന്നാലും ഈ പാത്രങ്ങളുടെ സെക്ഷനിലൊക്കെ ഒന്ന് എത്തി നോക്കാറുള്ളതാണ്, എങ്കിലും ഇന്ന് സമയമില്ല. ആകെ ഒരു തിക്കും തിരക്കാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണമല്ലോ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല. ഞാനിപ്പോൾ അതേ ഇങ്ങനെ പോണ വഴിക്ക് ഇത് ഫാർമസിയാണ്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ മരുന്നുകളും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കിട്ടും. ആ ഒരു സെക്ഷനാണിത്. ഈ ഷാമ്പു ഐറ്റംസുകൾ അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുറേയൊക്കെ ഇങ്ങനെ പരിധി നടന്ന് അങ്ങനെ കുറച്ച് വീഡിയോസുകളൊക്കെ ഉണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കും കുറച്ച് ഐറ്റംസുകളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണേണ്. നല്ല തിരക്കാണ്ട് ഇവിടെയൊക്കെ, പിന്നെ ഏത് സമയത്ത് വന്നാലും നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വാൾമാർട്ടാണല്ലോ ഇത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോണത്. റെസ്റ്റോറൻറ്റും കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇവിടെ നിന്ന് കയറിയിട്ട് അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ഇത്തിരി നേരത്തെ ആയിട്ടാണ് ഇറങ്ങിയേക്കണത്. അപ്പോൾ ഇത്തിരി നേരത്തെ അവിടെ എത്തുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ ആകെ ഒരു തിക്കും തിരക്കായിരിക്കും റെസ്റ്റോറൻറ്റിൽ ചെന്നാലും. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെയൊക്കെ ബുക്കിംഗ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. ഒരാഴ്ച മുമ്പേയൊക്കെ നമ്മൾ ബുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റ് തപ്പിയൊക്കെ പുറത്തിറങ്ങാറ്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പിന്നെ നമുക്ക് സമയം കിട്ടാറേയില്ല, വീട്ടിൽ തന്നെയാണല്ലോ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ ഈ ശനി ഞായറിലൊക്കെ വേണ്ടിയിട്ടാണ് ബുക്കിങ്ങിനൊക്കെ നമ്മളിങ്ങനെ ചോദിക്കണത്. പക്ഷേങ്കിൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എന്തായാലും എന്താണ് അവിടെ ഇതിന് മാത്രം തിരക്കും കാര്യങ്ങളെന്നൊക്കെ നമുക്കും കൂടി ഒന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നീടും കുറേ ദിവസങ്ങൾക്ക് മുമ്പേ അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ പോകണത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പും പോയിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ടർക്കി കോഴിയൊക്കെ കഴിക്കാൻ പോണത്. അപ്പോൾ അതും അന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മളന്ന് പോയിട്ടുണ്ടായിരുന്നില്ലേ, ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്നിപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. നമ്മൾ ഇന്ന് ഉൾവഴികളിലൂടെയാണ് കേട്ടോ പോകുന്നത്. കാരണം ഇന്ന് നമ്മൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പതുക്കെ അങ്ങോട്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. തണുപ്പൊന്നും ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല കേട്ടോ, നല്ല തണുപ്പ് തന്നെയാണ് ഇപ്പോഴും, കാറ്റും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതേ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി. നേരത്തെ എത്തിയതിൻ്റെ പ്രധാന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ വണ്ടി പാർക്കിംഗ് തന്നെയാണ് കേട്ടോ. ഇവിടെ വണ്ടിയുടെ പാർക്കിംഗ് ഇത്തിരി കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി നേരത്തെ എത്തിയത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുമാതിരി ഒരു കൂടാരം പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രൈവറ്റായിട്ടുള്ള നോമ്പ് തുറക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് റെസ്റ്റോറൻറ്റിൽ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫാമിലി ആയിട്ടൊക്കെ നമ്മളിങ്ങനെ ബുക്ക് ചെയ്യണവർക്കാണ് ഇത്. ഒരുപാട് വലിയ സെറ്റപ്പാണ്. എനിക്ക് തോന്നണ 10-60 സീറ്റുകൾ ഉണ്ടായിരുന്നു ഇവിടെ. സീറ്റല്ല കേട്ടോ, 10-60 സെക്ഷനായിട്ടാണ് ഇവർ തിരിച്ചിട്ടുണ്ടായിരുന്നത്. 2 സീറ്റ്, 3 സീറ്റ്, 4 സീറ്റ്, 6 സീറ്റ്, അങ്ങനെ പല ടൈപ്പായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പ്രൈവറ്റ് എന്ന് പറഞ്ഞത് അതിങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ വരുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഷെഡ് പോലെ അവർ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ വന്നേക്കണോണ്ട് തന്നെ ഇവരിങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാത്രമല്ല ആരും ഇവിടെ അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ. സമയം ആവാനായിട്ട് ഇനിയും അരമണിക്കൂറോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഓരോരുത്തർ
വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിങ്ങനെ ഓടി നടന്നൊന്ന് വീഡിയോ എടുത്താണ്. ആളുകൾ വന്നാൽ പിന്നെ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് നോമ്പ് തുറക്കണേ ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ അവർ ഫുഡ് കളക്ട് ചെയ്തോളാൻ പറഞ്ഞ്. ആ സമയത്തുള്ള തിരക്കാണ് ഈ കാണുന്നത്. എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നേ. ഈ ചില കല്യാണ വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന പോലത്തെ തിക്കും തിരക്കും ക്യൂവും അങ്ങനത്തെ ഒരു ഒരു ഇതാണ്ട് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ റെസ്റ്റോറൻറ്റിലെ പോലെ തന്നെ ഇവിടെയും ഫസ്റ്റ് തന്നെ ചാട്ടൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേ ബജ്ജികൾ ഉണ്ടായിരുന്നേ. കുറേ വെജിറ്റബിളിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ ഉണ്ടായിരുന്നു, ഒണിയൻ ഉണ്ടായിരുന്നു, മുളക് ബജ്ജി, അങ്ങനെ പല ടൈപ്പ് ബജ്ജികൾ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു പാത്രത്തിൽ അവരിങ്ങനെ വച്ചേക്കണത്. ഇങ്ങനെ വെജിറ്റബിൾ മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുമിച്ച് അരിഞ്ഞ് ബജ്ജിയാക്കിയേക്കണല്ല കേട്ടോ. ഇങ്ങനെ ഓരോന്നായിട്ടാണ് അവരിങ്ങനെ ബജ്ജിയാക്കിയേക്കണത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. പിന്നെ അതിനോട് ചേർന്ന് തന്നെ കുറേ ചട്നീസുകളും സോസുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടം തുടങ്ങി ഒരുപാട് വറപുരികൾ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല. കുറേയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന വറപുരികളായിരുന്നു. ഫസ്റ്റ് തന്നെ ഇരിക്കുന്നത് റോള് നമുക്കൊക്കെ അറിയാവുന്ന തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കാണുന്നതൊന്നും എനിക്ക് അങ്ങനെ വലിയ പരിചയമില്ല കേട്ടോ. പിന്നെ അതിൽ ആ മൂന്നാമതായിട്ട് ഇരിക്കുന്നത് പപ്സ് പോലെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നത്. ഇത് കണ്ടില്ല, ഇങ്ങനെ മീറ്റിൻ്റെ ഒരു പപ്സ് പോലെയാണ്, പക്ഷെ പപ്സ് അല്ല അത്. പിന്നെ ഒരു ഷവർമ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടം തുടങ്ങി മൊത്തം സ്വീറ്റ്സുകളായിരുന്നേ. ഒരുപാട് സ്വീറ്റ്സ് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട് സാലഡ്, പിന്നെ പുഡിങ്ങുകൾ, കേക്കുകൾ, ഗുലാം ജാം, ജിലേബി, പായസം എന്ന് വേണ്ട ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് കഴിക്കണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അത്രമാത്രം കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നോമ്പൊക്കെ ആയി, ഇപ്പോൾ നമുക്ക് ഒന്നും കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയുക, വയറില്ലാത്ത കുറ്റമുള്ളൂ. അതുമാത്രത്തെ ഫുഡുകളൊക്കെ ആയിരുന്നു. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ജിലേബിയൊക്കെ കണ്ടിട്ട് കൊതിയായിട്ട് പോയായിരുന്നു. പക്ഷേ ഈ നോമ്പൊക്കെ ഉള്ള ടൈമിൽ നമുക്കതൊന്നും അധികമൊന്നും അങ്ങനെ കഴിക്കാനേ പറ്റൂലല്ലോ. ഗുലാം ജാമൊക്കെ കണ്ടില്ലേ, എന്തോരം ഐറ്റംസുകളായിരുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. അതിനുശേഷം നമ്മളിപ്പോൾ മെയിനായിട്ടുള്ള ഫുഡിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ റൊട്ടി, അതിനുശേഷം നൂഡിൽസ്, പിന്നെ ഇത് തന്തൂരി ചിക്കൻ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറൊരു ചിക്കൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ്റെ ഐറ്റംസുകളാണ് കൂടുതലും. ഇത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ അതിനുശേഷം അത് വെജിറ്റബിൾ ബിരിയാണി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മട്ടൻ്റെ ഐറ്റംസുകളും ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും ചിക്കനാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ അതുപോലെ ഇത് ബീഫ് കറി. ബീഫിൻ്റെ ആകെ ഒരു ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഈ ഒരു ബീഫ് കറിയാണ്. പിന്നെ റൊട്ടികളൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഓരോ ചിക്കൻ്റെ ഓരോ ഡിഷുകളാണ്. പിന്നെ ഇത് നഗറ്റ്സ് ആണ്. ഇത് സാധാരണ നഗറ്റ്സിൽ നിന്നും കുറച്ച് വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ആ ഒരു വ്യത്യാസം എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ബട്ടർ ചിക്കൻ, പിന്നെ ഇത് ചിക്കൻ ബിരിയാണി തന്നെയാണ് അവർ വെച്ചേക്കണത്. പിന്നെ അതിന് ശേഷം മട്ടൻ കറി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതും ചിക്കൻ്റെ ഒരു ഐറ്റമാണ്. പിന്നെ ഒരു വെജിറ്റബിൾ കറി ആയിട്ട് ഒരു കടലക്കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്ന് കഴിച്ചു. പിന്നെ ആകെ ഒരു കുറവെന്ന് പറഞ്ഞാൽ ജ്യൂസ് അങ്ങനെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു പാക്കഡ് ജ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരുപാട് കൂൾ ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കോളകളും അതും ഇതൊക്കെ. ജ്യൂസ് എന്താണ് ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റുകളും ഞാൻ അങ്ങനെയാണ് കേട്ടോ കണ്ടേക്കണം, പാക്കഡ് ജ്യൂസ്. ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ഞാനിവിടെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇവിടെ ഇന്നത്തെ നോമ്പ് തുറ ഫുഡുകൾ. നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം അവിടെ നല്ല തിരക്കാണ്ട്, ആളുകൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണേ. പാകിസ്ഥാനികൾ നല്ല ഫുഡീസുകളാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായി. നമുക്ക് പോലും ഇങ്ങനെയൊന്നും കഴിക്കാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല. അതിന് മാത്രം അവരിങ്ങനെ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് അവർ ഇറങ്ങിയിട്ടൊന്നുമില്ല. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എന്തായാലും നോമ്പ് തുറ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ അങ്ങനെ ഇവിടെ എന്താണെന്ന് നമുക്കൊരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ അത് തീർന്നു കിട്ടി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ നോമ്പിൻ്റെ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.